ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അത്ഭുതം തന്നെയാണ്. ഒന്ന് കേട്ടു നോക്കി. ആ വായക്ക് തൊട്ടുമേലെ മൂക്ക് പിടിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ തിന്നുന്നത് കെട്ടതാണെന്ന് എങ്ങനെ മനസ്സിലാവാനാ? ഈ മൂക്ക് വേറെ എവിടെയെങ്കിലും വിചാരിക്കും. ഈ സാധനം നാറുന്നതാണെന്ന് എങ്ങനെ മനസ്സിലാവാനാ? ഭക്ഷണത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ മൂക്ക് കൊണ്ട് മണത്ത് പിടിക്കാനാ വായക്ക് തൊട്ടുമേലെ മൂക്ക് പിടിപ്പിച്ചത് കേട്ടോ. പണ്ട് പുരുഷന്മാരെല്ലാം പുറത്തിറങ്ങും, സ്ത്രീകൾ അകത്തിരിക്കുന്നത് കൊണ്ടാണ് പുരുഷന്മാർക്ക് ഈ പൊടി പാറിയിട്ട് മൂക്കിലൂടെ ശ്വാസകോശത്തിൽ പൊടിയെത്തിയിട്ട് ബ്രോങ്കറ്റീസ് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്കിലേക്ക് പൊടി കയറാതിരിക്കാൻ ഈടെ അരിപ്പ പറ്റിയ മീശ. മനസ്സിലായില്ലേ? ഇപ്പൊ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ കുറേശ്ശെ മീശ മുളക്കാൻ തുടങ്ങി പെണ്ണുങ്ങൾക്കും. മനസ്സിലായില്ലേ? ഈ ശരീരം, നമ്മുടെ മനുഷ്യ ജീവിതം ഒരു അത്ഭുത വരമാണ്, ഒരു ഭാഗ്യമാണ്. എന്നിട്ട് ഇതിനെ നശിപ്പിക്കരുത് കേട്ടോ. ചെറിയൊരു വിഷയം വരുമ്പോ A+ കിട്ടാണ്ടാവുമ്പോൾക്ക് ആരെങ്കിലും പ്രേമം ഒഴിവാക്കാൻ പോകുമ്പോ നിങ്ങളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തിയ നിങ്ങളുടെ ശരീരം ഏതെങ്കിലും ഒരു കോന്തൻ നിന്റെ പ്രേമം വേണ്ടെന്ന് പറയുമ്പോ മരിക്കാൻ നിങ്ങൾക്ക് ആരുടെ അധികാരം തന്നത്? പ്രണയത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന വാർത്തയില്ലാത്ത ഒരു ദിവസം